പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് കാരുണ്യത്തെ പറ്റിയാണ്. റഹ്മത്ത്, കാരുണ്യം, കരുണയുള്ളവരാവുക എന്നുള്ളത് നല്ല ഒരു ഗുഡ് ക്യാരക്ടറാണ്, നല്ല ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചും ഈ സ്വഭാവം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള സ്വഭാവത്തെ, ഈ കാരുണ്യം എന്ന സ്വഭാവത്തെ, അള്ളാഹു തആലാന്റെ റഹ്മത്തിനെ പറ്റി, കാരുണ്യത്തെ പറ്റിയൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ? റഹ്മത്ത്, കാരുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള ഒരു അലിവാണ്, ഒരു ദയയാണ്, ഒരു അട്രാക്ഷൻ, ഒരു കരുണ ചെയ്യപ്പെടുന്ന വ്യക്തിയോടുള്ള ഒരു ബന്ധവും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ കാരുണ്യം മനസ്സിലുണ്ടായാൽ കരുണ ചെയ്യപ്പെടുന്ന വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു മനസ്സിന്റെ അലിവാണ്, അവർക്ക് ഗുണം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു മനസ്സിന്റെ അലിവാണ് കാരുണ്യം എന്നുള്ളത്. നമുക്കറിയാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കരുണാനിധിയായ റഹ്മാനായ അള്ളാഹുവാണ് അല്ലെ. നന്നായിട്ട് കരുണ ചെയ്യുന്നവനായ അള്ളാഹുവാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യത്തെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരുണ്യത്തെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ആലു ഇമ്രാൻ സൂറത്ത് 159 ആയത്തില് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, തങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് നല്ല മയത്തിലും നല്ല നൈർമല്യതയിലും നിങ്ങൾ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരു ഗാഠമായ ഒരു 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 പരുക്കൻ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ നിങ്ങളെ വിട്ട് ഓടുമായിരുന്നു. ഈ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകത എപ്പോഴും കാരുണ്യത്തിലേക്ക് എപ്പോഴും ആവശ്യമാവുകയും കാരുണ്യ സ്വഭാവത്തോടു കൂടെ പെരുമാറുന്ന ആളുകളോട് നമ്മൾക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഇത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ കരുണ ഒരു കാരുണ്യം നമ്മിൽ ഉണ്ടാവുക എന്നുള്ളതും കാരുണ്യത്തോടു കൂടെ ഇടപെടുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഈ ആയത്തില് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന്റെ കൂടെ തങ്ങളുടെ സ്വഭാവത്തെ വിശദീകരിക്കുകയും അത് അള്ളാഹുവിൽ നിന്നുള്ള ആ സ്വഭാവമാണ് ആ ആ കാരുണ്യം എന്നുള്ളത്. അത് അങ്ങനെ ഒരു കാരുണ്യ മനസ്സോടുകൂടെ നിങ്ങൾ അസ്ഹാബിനോട്, കൂടെയുള്ള ആളുകളോട് പെരുമാറിക്കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകൾക്ക് നമ്മോട് വല്ലാത്ത മഹബത്തുണ്ടാകും, തങ്ങളോട് നല്ല മഹബത്തുണ്ടാകും. അത് മഹബത്തുണ്ടാകാൻ കാരണമാകുമെന്ന് ശുദ്ധ ഖുർആനിലൂടെ, ഈ ആയത്തിലൂടെ വ്യക്തമാവുകയും ആ കാരുണ്യത്തിന്റെ ഒരു മനസ്സോടുകൂടെ ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സ്നേഹവും ഇഷ്ടത്തിന്റെ കാരണം കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഇത്തിബാഅ് ചെയ്ത് പിന്തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങളോടുകൂടെ അവർ ചേർന്ന് നിൽക്കുകയും അവർക്ക് അവരുടെ ഹിദായത്തിനോട് പിൻപറ്റാൻ സാധിക്കുകയും ചെയ്യും. അതേ സമയത്ത് ഒരു പരുക്കൻ സ്വഭാവത്തിലും പരുക്കൻ സംസാരത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ അവരൊക്കെ നമ്മെ വിട്ട്, തങ്ങളെ വിട്ട് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ മനസ്സുകളൊക്കെ എപ്പോഴും കാരുണ്യ മനോഭാവത്തിലേക്ക് എപ്പോഴും ആവശ്യമായി കൊണ്ടേയിരിക്കും അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ മക്കളോട് കരുണ കാണിക്കണം. നമ്മുടെ സഹജീവികളോട് നമ്മൾ കാരുണ്യത്തോടു കൂടെ സംസാരിക്കണം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, സഹജീവികളോട്, മക്കൾ ഉമ്മമാരോട്, ബാപ്പമാരോട്, ഉമ്മയും ബാപ്പയും മക്കളോട്, എല്ലാവരോടും ഒരു കരുണ ഉള്ള സംസാരം സംസാരിക്കുകയാണെങ്കിൽ, കാരുണ്യത്തോടു കൂടെയുള്ള പ്രവർത്തനത്തെ, ആ ഒരു പ്രവർത്തനം ജീവിതത്തിന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല കാരുണ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിന്റെ അകത്തുള്ള കാരുണ്യം ഉണ്ടാവുകയും ആ കാരുണ്യ മനോഭാവം പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് പിന്നെ മറ്റുള്ളവരിലേക്ക് പോവുകയൊന്നുമില്ല. ഇന്ന് നമ്മൾ കരുണ ചെയ്യപ്പെടേണ്ട നമ്മുടെ മക്കൾക്ക് കാരുണ്യം കൊടുക്കാണ്ട് ഒരു പരുക്കൻ സ്വഭാവത്തിലാകുന്നതിന്റെ പേരിലാണ് ഇന്ന് കാണുന്ന എല്ലാ അധാർമികത പ്രവർത്തനങ്ങളുടെയും കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉമ്മയും ബാപ്പയും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിന്റെ പകരം
ആ ഒരു കാരുണ്യ മനോഭാവത്തിന് പകരം നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ കാത്ത് പുറത്ത് കഴുകന്മാര് കാത്തിരിക്കുകയാണ്. കാരുണ്യം നടിച്ചുകൊണ്ട്, സ്നേഹം നടിച്ചുകൊണ്ട്, കാരുണ്യ മനോഭാവം നടിച്ചുകൊണ്ട് അവരെ പിടികൂടാൻ. അങ്ങനെ പിന്നെ അവർ പ്രണയത്തിലും ലഹരിയിലും അതുപോലെ തന്നെ വേണ്ടാവൃത്തിയിലൊക്കെ ഇടപെടുന്നു. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ കാരുണ്യം അവർക്ക് ലഭിക്കേണ്ടടുത്ത് ആ കാരുണ്യ മനസ്സ് നമ്മിൽ നിന്നും അവരിൽ നിന്നും അകന്നു പോകുന്നു. എപ്പോഴും നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും കാരുണ്യത്തെ എപ്പോഴും ആഗ്രഹിക്കും, അല്ലെ? ഒരു പാവപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു കയറുന്ന സമയത്ത്, ഒരു 10 രൂപ പ്രതീക്ഷിച്ച് വന്നു കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അവരെ കാണുമ്പോൾ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ, അവരുടെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് 10 രൂപ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കാരുണ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതേ സമയത്ത് നമ്മളത് കുറ്റം പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ മനസ്സിന്റെ അകത്തു നിന്നും കാരുണ്യം എടുത്തു കളയപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. അർറാഹിമൂന, കരുണ ചെയ്യുന്ന ആളുകൾക്ക്, കരുണ ചെയ്യുന്ന ആൾ, യർഹമുഹുമുർ റഹ്മാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല കാരുണ്യം ചെയ്തുകൊണ്ടേയിരിക്കും. കരുണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കരുണ ചെയ്തു കൊടുക്കും. മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, നമ്മുടെ മാതാപിതാക്കളോട് ആരോടാണ് കൂടുതൽ കാരുണ്യം ചെയ്യേണ്ടത്? ആർക്കാണോ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിലേക്ക് ആവശ്യം വരുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യേണ്ടത്, അവർക്കാണ് കൂടുതൽ കാരുണ്യം ചെയ്തു കൊടുക്കേണ്ടത്. ആ കാരുണ്യ മനസ്സ് നമുക്ക് അവരോട് പുലർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, എത്രത്തോളം നമ്മൾ അവർക്ക് കരുണ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കരുണാനിധിയായ അള്ളാഹു നമുക്ക് കരുണ ചെയ്തു തരും എന്നൊരു സത്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് അള്ളാഹു റസൂൽ പറയാണ്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഭൂമിയിലുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു പിച്ചക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് മാത്രമല്ല, ഒരു കണ്ണ് കാണാത്ത ഒരാളെ റോഡ് സൈഡിൽ കാണുമ്പോൾ അവരെ കൈ പിടിച്ചിട്ട് റോഡിനെ ക്രോസ് ചെയ്യാൻ സഹായിക്കല് മാത്രമല്ല കാരുണ്യം. അതുപോലെ തന്നെ ഭിക്ഷയാചിച്ച് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കൂടപ്പിറപ്പുകളായ ആളുകൾക്ക് നമുക്ക് പലതും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മക്കളോട് നമ്മൾ കാരുണ്യ മനസ്സിലോടുകൂടെ, ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്ക് ആ കാരുണ്യ മനസ്സോടുകൂടെ, നല്ലൊരു മനസ്സലിവോടുകൂടെ നമ്മൾ ഇടപെടുക. പരുക്കൻ സ്വഭാവങ്ങളോടുകൂടെയാണ് നമ്മൾ ഭർത്താവിനോട് ഇടപെടുന്നതെങ്കിൽ, മക്കളോട് സമീപിക്കുന്നതെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളോട് സമീപിക്കുന്നതെങ്കിൽ, ഹൃദയത്തിന്റെ അകത്തുനിന്ന് എവിടെയോ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള കരുണ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. എങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താ? ഇർഹംകും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ കാണിച്ചു തരും, കരുണ ചെയ്തു തരും. അല്ലാഹു തആല കരുണ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കരുണ ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു അലിവ്, ഒരു ദയ, അല്ലെ? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, ഇതൊക്കെയാണ് കാരുണ്യം, മനുഷ്യന്മാരുടെ മനസ്സിലുള്ള കാരുണ്യം. എന്നാൽ അല്ലാഹു തആലാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന ഗുണം, ഇഹ്സാൻ, അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു കൊടുക്കുന്ന പിന്നെ നന്മകൾ, അല്ലാഹു തആലാന്റെ അനുഗ്രഹം, ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല കരുണ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ള ആളുകളോട് പരസ്പരം കരുണ ചെയ്യണം. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു സ്വഭാവമാണ്, അള്ളാഹു കാരുണ്യവാനാവുക എന്നുള്ളത്. അത് അള്ളാഹിന്റെ റസൂലിന് വേറെ അതുപോലെ മറ്റൊരു സ്വഭാവം, അതുപോലെയല്ല, അള്ളാഹു താലാന്റെ ഒരു സ്വഭാവം സൃഷ്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതേ സമയത്ത് രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹു താലാന്റെ കാരുണ്യം അള്ളാഹു താലാന്റേത് മാത്രമാണ്, അത് മറ്റൊരാൾ ഉണ്ടാക്കിയതല്ല. അതേ സമയത്ത്
സൃഷ്ടികൾ അള്ളാഹിന്റെ റസൂലിൻ്റെതാകട്ടെ, ലോകത്ത് എല്ലാവരും കാരുണ്യം ചെയ്തു. അതൊക്കെ ആരുടേതാ? അള്ളാഹു തആല കൊടുത്ത കാരുണ്യം മാത്രമാണ്. അപ്പൊ അള്ളാഹു തആല കൊടുത്ത കാരുണ്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് ഒരുപാട് കാരുണ്യം ഇറക്കി. ആ കാരുണ്യത്തിൽ നിന്ന് വളരെ ഒരു അംശം മാത്രമാണ് നമ്മുടെ പിന്നെ നമ്മൾക്കിടയിലുള്ള കാരുണ്യം എന്ന് നമുക്കറിയാം. അപ്പൊ അള്ളാഹു തആല കരുണ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല ഗുണം ചെയ്യുക, അതുപോലെ തന്നെ അള്ളാഹു തആല പിന്നെ അനുഗ്രഹങ്ങൾ ചെയ്തു തരാം. ഇതാണ് അള്ളാഹു തആലാന്റെ കാരുണ്യം. അപ്പൊ ഈ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരൊക്കെ ഒരു കരുണ ഉള്ള മനസ്സുള്ള ആളുകളാവുക മാത്രമല്ല, മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് ഹൃദയത്തിൽ കരുണ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഒരു വിഷമം പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് തട്ടണം. ഒരു ബുദ്ധിമുട്ട് കാണുന്ന ഒരാൾക്ക്, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് അത് നീക്കിക്കൊടുക്കാൻ, ആ പ്രയാസം നീക്കി ഒരു സന്തോഷം കൊടുക്കാന്, സന്തോഷം കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ കരുണ ചെയ്തു കൊടുക്കുന്ന ഭാഗമായി നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ഒരു അലിവ്, ആ അലിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലുള്ള ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ്. മാത്രമല്ല, ഈ കാരുണ്യം എന്നുള്ള ആ പ്രവർത്തനത്തിന്റെ അതേ വർഗത്തിൽപ്പെട്ടതാണ് അതിന്റെ പ്രതിഫലം ഉള്ളത്. അതെന്താ? നമ്മൾ കരുണ ചെയ്താൽ അള്ളാഹു തആല നമുക്കും കരുണ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താ? കരുണ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? അത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ പറഞ്ഞു, ഇഹ്സാൻ ഗുണം ചെയ്യലാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല നിഅമത്തുകൾ ചെയ്തു തരലാണ് എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. അള്ളാഹു തആലാന്റെ കാരുണ്യം വിശാലമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. അത് അതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാ സൃഷ്ടികളിലേക്കും നമുക്ക് ഗുണം ചെയ്തു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ കരുണ ചെയ്താലുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, അത് ദുനിയാവിലും ആഖിറത്തിലും, പരലോകത്തും ഇഹലോകത്തും, രണ്ട് ലോകത്തും നമുക്ക് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കാനും അള്ളാഹുവിന്റെ കാരുണ്യം തന്നെ കിട്ടാൻ അത് കാരണമാണ്. മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയം ലോലമാകേണ്ടതുണ്ട്. ഒരു കഠിന സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമ്മൾ പാടില്ല. എപ്പോഴും മനസ്സിനൊരു ലോലത, ഒരു മയം ഉണ്ടാകൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുള്ളൂ. മാത്രമല്ല, ഒരു ലോല മനസ്സിന്റെ ഉടമകളാകണമെങ്കിൽ നമുക്കൊരിക്കലും ഖസ്വത്തുൽ ഖൽബ്, ഒരു പിന്നെ എന്താ പറയാ, ഒരു കഠിനമായിട്ടുള്ള ഒരു മനോഭാവത്തിന്റെ ഒരു സാഹചര്യം വരൂല. ചില ആളുകൾക്ക് ഒരു ദയ ഉണ്ടാവൂല. നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്, കണ്ണുചോര ഉണ്ടാവൂല എന്ന് പറയും അല്ലെ? എന്താണ് ഈ കണ്ണുചോര? ഈ പറഞ്ഞ ദയ, ഈ പറഞ്ഞ കാരുണ്യം, അതില്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ കണ്ണിച്ചോര എന്ന് പറയാം. അതില്ലാതിരിക്കുക അല്ലെ? ആ ഒരു ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം ഒരു കഠിന ഹൃദയമാകാണ്ട് ലോലമായ ഹൃദയമാകണം എന്ന് വിശുദ്ധമായ ഈ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നല്ലാണ്ട് ഒരു പിന്നെ പരുക്കൻ സ്വഭാവത്തിന്റെ മതമല്ല. ഒരു കാരുണ്യത്തിന്റെ, ഒരു മയം ചെയ്തു കൊടുക്കുന്നതിന്റെ ആ രൂപത്തിലുള്ള മതമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു അടിമയുടെ വിജയത്തിന്റെ കാരണമാണ് അല്ലാഹു തആല അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കരുണ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, കരുണ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ആ കരുണ കാരണം സൃഷ്ടികൾക്കൊക്കെ ഈ ആള് കരുണ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് അവരുടെ മേൽ ഒരു പ്രത്യേക മഹബത്തും ഇഷ്ടവും സ്നേഹവും വെക്കുന്നു. മാത്രമല്ല, ഈ ഹദീസ് വളരെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ രൂപത്തിലുള്ള ഒരു പരുക്കൻ സ്വഭാവത്തിന്റെ ഉടമകളാണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അവർ വളരെ വിദൂരത്താണ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം കൂടെ ഈ മഹത്തായ ഹദീസിൽ നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. നല്ല ഒരു ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വളരെ നല്ല സ്വഭാവത്തിന്റെ, നല്ല കാരുണ്യത്തിന്റെ ഉടമയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലേ? വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, തങ്ങളെ
ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടത് തന്നെ സകലർക്കും, മനുഷ്യർക്കും, മനുഷ്യേതര ജന്തുക്കൾക്കും, മനുഷ്യേതര ജീവനില്ലാത്ത എല്ലാ വസ്തുക്കൾക്കും, മരത്തിനും കല്ലിനും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കും, ജീവനില്ലവർക്കും ഇല്ലാത്തവർക്കും, ബുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാ ആയിട്ടുള്ള വസ്തുക്കൾക്കും കരുണയായിട്ടാണ് അള്ളാഹു തആല നബിയെ തങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം എന്നുള്ളത് ലോകത്തെ മുഴുവനും ബാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗുണം ചെയ്യുന്നതും എല്ലാവർക്കും കരുണ ചെയ്യുന്നതുമായിട്ടുള്ള റസൂലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ? ഒരു ഒട്ടകത്തിന്റെ കഥ നമുക്കറിയാം. അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മാൻപേടെ വിഷമം പറയുന്നു. അവർക്കൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഗുണം ചെയ്യുന്നുണ്ട്. ലോകം തന്നെ പടക്കാൻ കാരണമായിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാരുണ്യം മറ്റൊന്നും ഇല്ലല്ലോ, അല്ലെ? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റവും വലിയ റഹ്മത്തായിട്ടുള്ളത്, അല്ലെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ നഫ്സിനെ പറ്റി പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നമാ അന റഹ്മ മുഹ്ദാത്ത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്തു തരുന്ന ആളാണ്, കരുണാനിധിയാണ് ഞാൻ നിങ്ങൾക്ക്. എപ്പോൾ ശുദ്ധ ഖുർആനും പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലിനെ പറ്റി തന്നെ റഊഫുർ റഹീം എന്ന് പറയുന്നുണ്ട്, നല്ല കരുണ ചെയ്യുന്ന ആളാണ്. അള്ളാഹുവിന്റെ റസൂല് നല്ല സ്വഭാവത്തിന്, കാരുണ്യത്തിന്റെ വിഷയത്തിലും അല്ലാത്ത വിഷയങ്ങളിലൊക്കെ നല്ല സ്വഭാവത്തിന്റെ മാതൃകാപരമായിട്ടുള്ള ജീവിതം നമുക്ക് കാണിച്ചു തന്നതാണ്, അല്ലെ? അവിടുത്തെ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടുത്തെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം. ആ ഹദീസിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, പറയാണ്, ഖീല യാ റസൂലല്ലാഹ്, അവിടുന്ന് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഒരു സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരെ ദുആർക്കണം എന്ന് പറഞ്ഞപ്പോ, ഖാല, തങ്ങൾ പറയാണ്, ഇന്നി ലം ഉബ്അസ് ലആന വ ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ ഒരാളുടെ മേലും ലഅനത്ത് ചെയ്യാൻ വേണ്ടിയല്ല എന്നെ, ലഅനത്ത് ചെയ്യാൻ വേണ്ടിയും ആക്ഷേപിക്കാൻ വേണ്ടിയും അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല എന്നെ പറഞ്ഞയച്ചത്, മറിച്ച് എന്നെ പറഞ്ഞയച്ചത് റഹ്മത്തായിട്ടാണ്, കാരുണ്യവാനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കരുണ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കെതിരെ ദുആ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഇല്ലേ ഇല്ല. അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നല്ല കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു. ആ ഒരു നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ ഒരു അഭിവാജ്യ ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുണ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യർഹംകും മൻ ഫിസ് സമാ, അല്ലാഹു അള്ളാഹു ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കരുണ ചെയ്യുന്ന ആ നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.